ഒരു മുറിവുണ്ടായിരുന്നു. തീരെ മാറാത്തത് കൊണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് ഓപ്പറേഷനൊക്കെ പറഞ്ഞതാണ്. ഒരുപാടായി, 5 വർഷമായി അതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നു. അങ്ങനെ തങ്ങളുപ്പാന്റെ അടുത്ത് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ തങ്ങൾക്ക് പറഞ്ഞു, അതിനി ഓപ്പറേഷനോ അതല്ലെങ്കിൽ അതിന് പ്രയാസം ഉണ്ടാവില്ല, അതൊക്കെ പെട്ടെന്ന് മാറും എന്ന ഉമ്മാനോടൊരു വാക്ക് കൊടുത്തിരുന്നു. അത് പ്രകാരം ഇൻഷാ അല്ലാഹ് അവർ രണ്ടുപേരും 2 നേരവും അവർ മജ്‌ലിസിൽ ഇരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്തുൽ ഫാത്തിഹന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവിടുന്ന് പറഞ്ഞ ആ നാവിന്റെ അസർ കൊണ്ടും 2 നേരം മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖം ശിഫയാക്കി കൊടുത്തു. ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഈ ഉമ്മ ഇവിടെ വന്നിട്ടുള്ളത്. ആ സന്തോഷം പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും അവരുടെ കാലിലോ അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോ എവിടെയും അല്ലാഹു ഒരു രോഗം, ഒരു പ്രയാസം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഈ മജ്‌ലിസുമായി മുന്നോട്ട് പോകാൻ അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇതിന് കാരണക്കാരനായ ഈ സ്വലാത്തുൽ ഫാത്തിഹന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പേരമകനായ ഈ തങ്ങളുപ്പാന്റെ ഈ മജ്‌ലിസിനെ അല്ലാഹു വാനോളം അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവിടത്തേക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂട്ടമായി തക്ബീർ ചൊല്ലണം. അതാണ് ഇവിടെ വന്നാൽ അവർക്ക് സന്തോഷത്തിന് നമുക്ക് കൊടുക്കാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. ചൊല്ലിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഇതുപോലെ ഫദ്ൽ പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ.